എന്താടാ? എപ്പോ? ഏത് ചാനലില്? അഭിലാഷ് കെ പി സിഎം സ്റ്റാലിൻ തോറ്റു. സിഎം സ്റ്റാലിൻ തോറ്റു. തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ തോറ്റു. അതെങ്ങനെ? അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. അവിടെ ആ ക്യാപ്റ്റൻ തോറ്റിരിക്കുന്നു. തമിഴ്നാട്ടിൽ കൊളത്തൂരിൽ TVKയുടെ ബാബു എന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിന് മുന്നിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിൻ തോറ്റു. VS ബാബു, തമിഴക വെട്രി കഴകത്തിന്റെ VS ബാബു വിജയിച്ചിരിക്കുന്നു. MK സ്റ്റാലിൻ തോറ്റു തമിഴ്നാട്ടിൽ. എന്ത് പറ്റി നമ്പൂരിച്ച? ഒന്ന് വീണു. നിങ്ങളോ? എന്താ, എനിക്ക് വീണൂടെ? അല്ല, നിങ്ങളെ പോലെ വലിയൊരാള് അടി തെറ്റിയ ആനയും വീഴൂ. അപ്പൊ ഫസ്റ്റ് ആരാടാ? അവിശ്വസനീയം എന്ന ഒറ്റ വാക്ക് മാത്രമേ തമിഴ്നാട്ടിൽ വിജയ് നേടിയ വിജയത്തെക്കുറിച്ച് പറയാനുള്ളൂ. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യത്തിൽ വിജയ് തന്നെ ഇത്ര വലിയൊരു വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. நம்ம யாருன்றது முக்கியம் இல்ல, நம்மளால என்ன முடியும்ன்றது தான் முக்கியம். நமக்கு செட் ஆகுதுல இந்த டயலாக்? எஸ் சார். யார் மேல யாரு கீழே அப்படின்ற பாகுபாடெல்லாம் எப்போ நம்ம பார்க்க போறதே இல்லை. நம்மளை பொறுத்த வரைக்கும் நம்ம எல்லாருமே ஒண்ணுதான், நம்ம எல்லாருமே சமம் தான். தம்பி, தமிழ்நாட்டில் 2 கட்சி தான் மெயின். ஒன்று நான், இன்னொன்று அந்த மைக்கில் பேசிக்கிட்டு இருக்கானே அவன். പ്രിവിലേജ് കേട്ടിട്ടുണ്ടോ നീ? ഒരു മന്ത്രിയുടെ പ്രിവിലേജ്, അതിന്റെ സംരക്ഷണം ഉള്ളിടത്തോളം കാലം നിനക്ക് എന്നെ ഒരു പൂക്കച്ചവടം ചെയ്യാൻ പറ്റുകയില്ല. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. உங்க தொகுதியில உங்களை எதிர்த்து நிக்கணும்னு மட்டும்தான் நினைச்சேன். இப்ப சொல்றேன், உங்க தொகுதியில மட்டும் இல்ல, 234 தொகுதியிலையும் ஆளுங்களை நிறுத்துறேன். சத்தியமா சொல்றேன், அடிச்சு 100 பேரோட ஓட விட்டுடுவேன். மானம் போல திருப்பி வராது, பாத்துக்கோ. உங்ககிட்ட അவ்வளவு പണം இருக்கா? എന്റെ ആയുധം ഈ നിൽക്കുന്ന ജനങ്ങളാണ്. ഇവരാ എന്റെ ധനവും സൈന്യവും. TVK will take it, TVK will meet it, TVK will compete with it, and TVK will conquer it. End of flashback. തമിഴ്നാട്ടിൽ അങ്ങനെ 50 വർഷം നീണ്ടുനിന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി വിജയ് കന്നി അംഗത്തിലൂടെ മിന്നുന്ന ജയവും അതോടൊപ്പം തന്നെ സംസ്ഥാനം ഭരിക്കാനുള്ള ജനവിധി ഏറ്റെടുത്തിരിക്കുന്നത്. അവൻ പറഞ്ഞ പോലെ ചെയ്തല്ലോ രാമനുണ്ണി. കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ? ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും. മോനെ, ഒരു തേർതലാകുമ്പോ എന്താണ് പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ജനസംസാരം അങ്ങനെയാ. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? மக்களே, நீங்க சொல்லுங்க, நீங்க உண்மையை சொல்லுங்க. செய்வோம் 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 செய்வோம்னு சொன்னாங்களே, சொன்னதெல்லாம் செஞ்சாங்களா? மை டியர் அங்கிள், கேக்குதா? மக்களோட சத்தம் கேக்குதா? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? Meanwhile, എന്തിനാടാ അവന് ജയ് വിളിക്കുന്നത്? ജയിച്ചു കഴിഞ്ഞാലും മന്ത്രിയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ലടാ. many hours later. മുഖ്യമന്ത്രി MK സ്റ്റാലിന് പോലും രക്ഷയില്ലാത്ത തരത്തിൽ TVK തരംഗം ആഞ്ഞടിക്കുന്ന കാഴ്ച. ഇത് വെറും ഒരു സൂചന മാത്രം. ഞങ്ങളുടെ വിപുലമായ പരിപാടിയിൽ അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ രാഷ്ട്രീയ നാടകങ്ങൾക്ക് വരും ആഴ്ചകളിൽ തമിഴ്നാട് സാക്ഷ്യം വഹിക്കുമെന്നും ഈ തിരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. இதுதான் நம்ம സർക്കാർ. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. അപ്പൊ ശരി, പറഞ്ഞ പോലെ.